ശമൂവേൽ അധ്യായം 21. ദാവീദ് നോബിൽ പുരോഹിതനായ അഹീമേലേക്കിൻ്റെ അടുക്കൽ ചെന്നു. അഹീമേലേക്ക് ദാവീദിനെ അത്ഭുതത്തോടെ എതിരേറ്റു. അവനോട് ആരും കൂടെയില്ലാതെ തനിച്ചു വരുന്നത് എന്തെന്ന് ചോദിച്ചു. ദാവീദ് പുരോഹിതനായ അമേലേക്കിനോട്, രാജാവ് എന്നെ ഒരു രഹസ്യം ഏൽപ്പിച്ചു. ഞാൻ നിന്നെ അയക്കുന്നതും നിന്നോട് കൽപ്പിക്കുന്നതുമായ കാര്യമൊന്നും ആരും അറിയരുത് എന്ന് കൽപ്പിച്ചിരിക്കുന്നു. എൻ്റെ ബാല്യക്കാർ ഒരു പ്രത്യേക സ്ഥലത്ത് വരണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആകയാൽ നിന്റെ കൈവശം വല്ലതുമുണ്ടോ? ഒരഞ്ചപ്പം അല്ലെങ്കിൽ തൽക്കാലം കൈവശമുള്ളത് എന്തെങ്കിലും എനിക്ക് തരണം എന്ന് പറഞ്ഞു. അതിന് പുരോഹിതൻ ദാവീദിനോട്, വിശുദ്ധ അപ്പം അല്ലാതെ സമാനമായത് ഒന്നും കൈവശം ഇല്ല. ബാല്യക്കാർ സ്ത്രീകളോട് അകന്നിരിക്കുകയാണെങ്കിൽ തരാമെന്ന് ഉത്തരം പറഞ്ഞു. ദാവീദ് പുരോഹിതനോട്, ഈ 3 ദിവസമായി സ്ത്രീകൾ ഞങ്ങളോടകന്നിരിക്കുന്നു. ഇത് ഒരു സാമാന്യത്രേ. എങ്കിലും ഞാൻ പുറപ്പെടുമ്പോൾ തന്നെ ഭൃത്യന്മാരുടെ യാത്രാ സാമഗ്രികൾ ശുദ്ധമായിരുന്നു. ഇന്നോ അവരുടെ സാധനങ്ങൾ എത്ര അധികം ശുദ്ധമായിരിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പുരോഹിതൻ അവന് വിശുദ്ധ അപ്പം കൊടുത്തു. അപ്പം മാറ്റുന്ന ദിവസം ചൂടുള്ള അപ്പം വയ്ക്കേണ്ടതിന് കർത്തൃസന്നിധിയിൽ നിന്ന് നീക്കിയ കാഴ്ചയപ്പമല്ലാതെ അവിടെ വേറെ അപ്പം ഇല്ലായിരുന്നു. എന്നാൽ അന്ന് ശൗലിൻ്റെ ഭൃത്യന്മാരിൽ ദോവേഗ് എന്ന് പേരുള്ള ഒരു ഏദോമ്യനെ അവിടെ കർത്തൃസന്നിധിയിൽ പിടിച്ചിട്ടിരുന്നു. അവൻ ശൗലിൻ്റെ ഇടയന്മാർക്ക് തലവനായിരുന്നു. ദാവീദ് അഹീമേലേക്കിനോട്, ഇവിടെ നിന്റെ കൈവശം കുന്തമോ വാളോ ഉണ്ടോ? രാജാവിൻ്റെ കാര്യം തിടുക്കമായിരുന്നത് കൊണ്ട് ഞാൻ എൻ്റെ വാളും ആയുധങ്ങളും കൊണ്ടുപോകുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പുരോഹിതൻ, ഏലാ താഴ്വരയിൽ വച്ച് നീ കൊന്ന ഫെലിസ്ത്യനായ ഗോലാത്തിൻ്റെ വാൾ എഫോദിൻ്റെ പിന്നിൽ ഒരു ശീലയിൽ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. അത് വേണമെങ്കിൽ എടുത്തുകൊള്ളുക. അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതിന് തുല്യം മറ്റൊന്നുമില്ല. അത് എനിക്ക് തരണമെന്ന് ദാവീദ് പറഞ്ഞു. പിന്നെ ദാവീദ് പുറപ്പെട്ടു. അന്ന് തന്നെ ശൗലിൻ്റെ നിമിത്തം ഗത്ത് രാജാവായ ആഗീഷിൻ്റെ അടുക്കൽ ചെന്നു. എന്നാൽ ആഗീഷിൻ്റെ ഭൃത്യന്മാർ അവനോട്, ഇവൻ ദേശത്തിലെ രാജാവായ ദാവീദല്ലയോ? ശൗൽ 1000 കൊന്നു, ദാവീദോ 10,000 എന്ന് അവർ നൃത്തങ്ങളിൽ ഗാനപ്രതിഗാനം ചെയ്തത് ഇവനെ കുറിച്ചല്ലയോ എന്ന് പറഞ്ഞു. ദാവീദ് ഈ വാക്കുകൾ മനസ്സിലാക്കി ഗത്ത് രാജാവായ ആഗീഷിനെ ഭയപ്പെട്ടു. അവരുടെ മുമ്പാകെ തൻ്റെ സ്വഭാവം മാറ്റി അവരുടെ കൈകളിലിരിക്കെ ബുദ്ധിഭ്രമം നടിച്ചു. വാതിലിൻ്റെ കതകുകളിൽ വരച്ചു. താടിമേൽ തുപ്പൽ ഒലിപ്പിച്ചു കൊണ്ടിരുന്നു. ആഗീഷ് തൻ്റെ ഭൃത്യന്മാരോട്, ഈ മനുഷ്യൻ ഭ്രാന്തൻ എന്നും നിങ്ങൾ കാണുന്നില്ലയോ? അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവന്നത് എന്തിന്? എൻ്റെ മുമ്പാകെ ഭ്രാന്തു കളിപ്പാൻ ഇവനെ കൊണ്ടുവരേണ്ടതിന് എനിക്ക് ഇവിടെ ഭ്രാന്തന്മാർ കുറവുണ്ടോ? എൻ്റെ അരമനയിലോ
ഇവൻ വരേണ്ടത് എന്ന് പറഞ്ഞു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. ഭാർഗമോർ